and from this, the 26th day of January 1950, India, that is Bharat, shall be a sovereign, democratic republic. സ്വതന്ത്ര ഭാരത പൂങ്കാ my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always try to be worthy of it. I shall respect my parents, teachers and all elders and treat everyone with courtesy to my country and my people. I pledge my devotion in their well-being and prosperity ever. That's my Jana Gana Mana Adinayaka Jaya Hai Bharata Bhagya Vidhata Punjab Sindhu Gujarat Maratha Dravida Utkala Ganga Himachal Yamuna Ganga മൂവർണ്ണക്കൊടി പാറട്ടെ മാനം മുട്ടെ പറക്കട്ടെ നമ്മുടെ നാടിൻ അഭിമാനം മാനം മുട്ടെ പറക്കട്ടെ I love India, you love India, we love India, we all love India. I proud India, you proud India, we proud India, we all proud India. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. ഏറ്റവും പ്രിയമുള്ള ഓടപ്പള്ളം ദിബിയാൻ സ്കൂളിൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട പിഞ്ചു കുട്ടികൾ, രക്ഷിതാക്കൾ, നമുക്കെല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് 15 ഇന്ന്, അഥവാ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം. ഞാനീ സംസാരിക്കുന്നത് ദിബിയാനിലെ പിഞ്ചു കുട്ടികളോടാണ്. എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാം. ആ കഥയിലൂടെ സ്വാതന്ത്ര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരും കാട് കണ്ടിട്ടുണ്ടോ? കാട്, വലിയ ഒരു കാട്. ആ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മറ്റു പല ജന്തുക്കളും ആ കാട്ടിലുണ്ട്. പേടിയാവുന്നുണ്ടോ? കാട് എന്ന് പറയുമ്പോൾ നമുക്കത്ര പേടിയൊന്നും ഉണ്ടാവില്ല. കാരണം കാടിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ് നമ്മൾ ആനയെയും പുലിയെയും കടുവയെയും ഒക്കെ കണ്ടവരായിരിക്കാം. ഏതായിരുന്നാലും ഒരു കാട്ടിൽ ഒരു അമ്മക്കിളിയും
4 കുട്ടികളും ഉണ്ടായിരുന്നു. 4 കുട്ടികൾ വളരെ ചങ്ങാത്തത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സൗഹൃദത്തിൽ, സന്തോഷത്തിൽ അവരിങ്ങനെ കഴിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഈ അമ്മക്കിളി എല്ലാ ദിവസവും രാവിലെ ഈ കുട്ടികൾക്കുള്ള ഭക്ഷണം ഇര തേടിക്കൊണ്ട് ആ കൂട്ടിൽ നിന്ന് പാറി മറ്റു കാടുകളിലേക്കൊക്കെ പോയി തേനും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ പറിച്ച് ഈ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഈ അമ്മ കുട്ടികൾക്കുള്ള ഭക്ഷണം തേടി പോകുന്ന സമയത്ത് നമ്മളൊക്കെ വീട്ടിൽ കളിക്കാറില്ലേ? നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ കളികൾ കളിക്കാറുണ്ട്? പല കളികളും നിങ്ങൾ കളിക്കാറുണ്ട് അല്ലെ? എന്നാൽ ഈ പക്ഷിക്കുഞ്ഞുങ്ങളും അമ്മ പോയ തക്കത്തിന് അവരും ഒരുപാട് കളികൾ കളിക്കാറുണ്ട്. അവർ ഓടിക്കളിക്കും, പാറിക്കളിക്കും, തൊട്ട് കളിക്കും, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ കളിക്കാറുള്ളത്? അതുപോലെ അവർ പല കളികളും കളിക്കാറുണ്ട്. ഏതായിരുന്നാലും ഇവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ സ്വപ്നം കാണാറില്ലേ? എന്താ സ്വപ്നം കാണുന്നത്? കട്ടിൽ മന്ന് താഴെ വീഴുന്നത് കാണാറുണ്ട് അല്ലേ? ആരോ നമ്മളെ തല്ലാൻ വരുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ മറ്റു പലതും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. എന്നാൽ ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരു പക്ഷി പറഞ്ഞു, ഞാൻ വലുതാകുമ്പോ ആകാശം മുട്ടയെ പറക്കുമെന്ന്. മറ്റൊരു പക്ഷി പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ പോലെ നല്ല ഒരു അമ്മയായി കുട്ടികളൊക്കെ സേവിച്ചുകൊണ്ട് നല്ലോണം നിൽക്കുമെന്ന്. മറ്റൊരു കിളി പറഞ്ഞു, ഞാൻ വലിയ കൂടുകളൊക്കെ ഉണ്ടാക്കി, സുന്ദരമായ കൂടുകളൊക്കെ ഉണ്ടാക്കി വലുതാകുമ്പോൾ ഞാൻ എൻ്റെ മക്കളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ താമസിക്കും, അടിച്ചു പൊളിക്കും, വലിയ കൂടുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും എന്ന് മറ്റു കിളികൾ പറഞ്ഞു. അങ്ങനെ അവർ പരസ്പരം പല സ്വപ്നങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ കുട്ടികൾ എല്ലാവരും കൂടെ പാറി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും ഒരു സ്ഥലത്ത് ഇങ്ങനെ പാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കളിയും സംസാരമൊക്കെ ആയിട്ട് അവരങ്ങനെ നിൽക്കുമ്പോഴാണ് ആ കാട്ടിലേക്ക് ഒരു വേട്ടക്കാരൻ കടന്നു വരുന്നത്. വേട്ടക്കാരൻ ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്നിട്ട് ഈ 4 പക്ഷിക്കുഞ്ഞുങ്ങളും കളിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലയുണ്ടായിരുന്നു. ആ വല ഒറ്റ വീശങ്ങ് കൊടുത്തു. ഈ 4 പക്ഷിക്കുഞ്ഞുങ്ങളും ഈ വേട്ടക്കാരന്റെ വലയുടെ ഉള്ളിലായിപ്പോയി. അവർ വാവിട്ട് കരഞ്ഞു, അമ്മേ അമ്മേ എന്ന് വിളിച്ചു വാവിട്ട് കരഞ്ഞു. പക്ഷെ ആരും തന്നെ തിരിഞ്ഞു നോക്കാനുണ്ടായില്ല. ഇവരുടെ അമ്മ ഇവർക്കുള്ള ഭക്ഷണം തേടി എങ്ങോട്ടോ പാറിപ്പോയതായിരുന്നു. ഈ കുട്ടികളെയും എടുത്തുകൊണ്ട് ഈ വേട്ടക്കാരൻ അയാളുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം നല്ലൊരു കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 4 കുഞ്ഞുങ്ങളെയും ആ കൂട്ടിലേക്ക് അടച്ചു. ഒരുപാട് മോഹങ്ങളുള്ള ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ, പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളും ഒക്കെ നെയ്തുകൊണ്ടിരിക്കുന്ന ഈ പക്ഷിക്കുഞ്ഞുങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചു. ഇവർക്കിനി പാറാൻ പറ്റില്ല, ഇവർക്കിനി കളിക്കാൻ പറ്റില്ല, ഇവർക്കിനി സന്തോഷിക്കാൻ പറ്റില്ല, ഇവർക്ക് ഇവരെ അമ്മയെ കാണാൻ പറ്റില്ല. അങ്ങനെ തുടങ്ങി വളരെയധികം വിഷമത്തിൽ അവർ ഈ കൂട്ടിൽ അടക്കപ്പെട്ടു. ഇനി ഈ വേടൻ എന്താണോ ഇവർക്ക് നൽകുന്നത് അത് മാത്രം ഭക്ഷിക്കാം. ഈ വേടൻ ഇവർക്ക് നൽകുന്ന എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണോ അത് മാത്രമേ ഇവർക്ക് ഇനി അനുഭവിക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന്, സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്താണ് എന്ന് ചെറിയൊരു രൂപത്തിൽ മനസ്സിലായിട്ടുണ്ടാകും. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള ഒരു അവസരം. പക്ഷിക്കുഞ്ഞുങ്ങൾ കളിച്ചും ചിരിച്ചും സന്തോഷം ജീവിച്ചില്ലേ? അത് അവരുടെ സ്വാതന്ത്ര്യമായിരുന്നു. വേടൻ അവരെ പിടിച്ചു കൊണ്ടുവന്ന് വേടൻ വിചാരിക്കുന്നത് പോലെ മാത്രമേ അവർക്ക് അനങ്ങാനും ചലിക്കാനും തിന്നാനും കഴിയുള്ളൂ അല്ലേ? അതാണ് അവരുടെ സ്വാതന്ത്ര്യമില്ലായ്മ. നമ്മൾ 1947 മുമ്പ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഈ നാടിനെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് എന്ന് പറയുന്ന രാജ്യക്കാരായിരുന്നു, വെള്ളപ്പട്ടാളക്കാർ. അവർ നമ്മുടെ രാജ്യത്ത് വരികയും നമ്മുടെ രാജ്യത്തിലുള്ള സമ്പത്തുകൾ മുഴുവനും അവർ കൊള്ളയടിക്കുകയും ഇവിടെയുള്ള ജനങ്ങളെ മുഴുവനും അടിമകളാക്കുകയും ചെയ്തു. അവർ പറയുന്നത് പോലെ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. നമ്മളെ അടിച്ചും തൊഴിച്ചും കുത്തിയും കൊന്നും കൊലവിളിച്ചും അവർ അങ്ങനെ മുന്നോട്ട് പോയി. ഒരുപാട് പൂർവ്വ പിതാക്കന്മാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉപ്പയുടെ ഉപ്പമാർ, അവരുടെ ഉപ്പമാരൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. അവർക്ക് ധാരാളം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ നമുക്കെല്ലാവർക്കും അറിയാം, മഹാന്മാരായ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരു വലിയ മഹാനുണ്ട്. ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ? ഗാന്ധിജി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവാണ്. ആ ഗാന്ധിജിയെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് പട്ടാളക്കാരോട് യുദ്ധം ചെയ്തു. അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്തു 1947 സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നമ്മളുടെ സ്വപ്ന സാക്ഷാത്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സ്വാതന്ത്ര്യം നമുക്കുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ സന്തോഷത്തോടുകൂടെയും സുഖത്തോടുകൂടെയും ഈ രാജ്യത്ത് ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായ നിങ്ങൾ കൂടുതൽ ചിന്തയും കൂടുതൽ കരുതലോടുകൂടെ ജീവിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സ്വാതന്ത്ര്യത്തിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ
നമുക്കും നമ്മുടെ തലമുറകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി Teachers and my dear friends, all of you know the speciality of today. Yes, today is August 15, Independence Day. On 1947, August 15, India got freedom from British rule. In this occasion, we should remember our beloved freedom fighters. എൻ്റെ പല വേദികളിലും കേട്ടിട്ടുള്ള ഒന്നാണ്. അതെ, ഒന്നാം കുട്ടികളായ ഓരോരുത്തരുമായി ശക്തിയും സമ്പത്തും. ഞാൻ പ്രേമിക്കേണ്ടിയിരിക്കുന്നു, സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ
ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. നമ്മുടെ സുന്ദര ഭാരതത്തെ കുറിച്ച് എനിക്കുമുണ്ട് കുറെ സ്വപ്നങ്ങൾ. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വേർതിരിവില്ലാത്ത ജയ് ഹിന്ദ്. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. എൻ്റെ പേര് ഷാവിയ മെഹബി. ഞാൻ തിബിയാൻ സ്കൂൾ പഠിക്കുന്നു. എല്ലാവർക്കും ആദ്യമായി തന്നെ സ്വാതന്ത്ര്യ ആശംസകൾ നേടുന്നു. 1947 ഓഗസ്റ്റ് 15 ഗാന്ധിന് ലഭിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ സ്വാതന്ത്ര്യ നേടിയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗത്തെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഭാരതമെന്നൊരു പൂങ്കാവ് ഇറഭാഗ്യ സുമോഹനമീ തോപ്പ്. ഭാരതമെന്നൊരു പൂങ്കാവ് ഇറഭാഗ്യ സുമോഹനമീ തോപ്പ്. ചരിതമുങ്ങും പാവന ഭാരത നാടിൻ അഭിമാനം. കുങ്കുമ ധവളി ഹരിത പതാക ജ്വലിച്ചു നിൽക്കും തെളിവാനം. ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സുമോഹനമീ തോപ്പ്. ഗാന്ധിജി, നെഹ്റു, ചാച്ചാജിയുടെ ത്യാഗമുറങ്ങും ദേശമിത്. ധീരഭടന്മാർ ജീവൻ നൽകി സ്വതന്ത്രമാക്കിയ ഭൂമിത്. ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സുമോഹനമീ തോപ്പ്. നിന്റെ ഹിമാലയ മലനിരകൾ, പല ഭാഷകൾ, സംസ്കൃതി വൈവിധ്യം. ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യനും ഒന്നായി കാക്കും മാനവ സൗഹാർദ്ദം. ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സുമോഹനമീ തോപ്പ്. ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സുമോഹനമീ തോപ്പ്. അസ്സലാമു അലൈക്കും. അലൈക യാ റസൂലല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാദിദിൻ ഇല്ലാഹ് ബിഐദിൽ വദ്. യാ അല്ലാഹ് ഇലാഹി സല്ലി ബിൽ ഉമ്മ മിനൽ ആഫാതി വന്നിക്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബിഐദിൽ വദി. യാ അല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബ് അലൈക യാ റസൂലല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തോണി നല്ല തോണി, കടലാസ് തോണി, മുറിവില്ല തോണി, നമ്മൾ തീർത്ത തോണി. ഒഴുകട്ടെ അങ്ങനെ ഒഴുകട്ടെ, പോവട്ടെ അകലെ അങ്ങനെ പോവട്ടെ. ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സുമോഹനമീ തോപ്പ്. ഭാരതമെന്നൊരു
നിറഭാഗ്യ സുമോഹനം തോപ്പ് ചരിതമുറങ്ങും മണ്ണിതു പാവന ഭാരതനാടൻ അഭിമാനം കുങ്കുമതവെളിത ഹരിത പതാക ജ്വലിച്ചു നിൽക്കും തെളിവാണ് ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സുമോഹനമീ തോപ്പ് ഗാന്ധിജി നെഹ്റു ചാച്ചാജിയുടെ ത്യാഗമുറങ്ങും ദേശമിത് ദീനമടന്മാർ ജീവൻ നൽകി സ്വതന്ത്രമാക്കിയ ഭൂമി ഇത് ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സുമോഹനമീ തോപ്പ് ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സുമോഹനമീ തോപ്പ് വെളുത്തതുണ്ട് കറുത്തതുണ്ട് പുള്ളുണ്ട് വാലുമില്ല ചിറകുമിൽ കാലിതകമുണ്ട് കൊക്കോൻ 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 കോഴിയമ്മയും കിയോൻ 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 കോഴി കുഞ്ഞുങ്ങളും അസ്സലാമു അലൈക്കും. നാട് എന്റെ നാട് എന്റെ നാട് ഭാരത എന്റെ ഉമ്മ നാട് ഭാരതം അമ്മായി തലോലു നാട് അന്നന്ന ദൂര ആകാശത്ത് കാണുന്നു നമ്മുടെ
بالهادي رسول الله وكل مجاهد لله وهي البديل يا الله من أمة ومن آفات والنكمة ومن أمة البديل يا الله സലാത്തുള്ള പറഞ്ഞാൽ സലാമുല്ലാ അലൈക യാ റസൂലല്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ ഹബീബല്ലാ. ഞാൻ ഇനി മറ്റേ ഏതാണ് പാട്ടാ പാട്ട് ഈസേ പൂങ്കാവ് നിറഭാഗ്യ സുമോഹന നീ തോപ്പ് പൂങ്കാവ് നിറഭാഗ്യ സുമോഹൻ നീ തോപ്പ് ചരിതമുറങ്ങും മണ്ണിത് പാവന ഭാരത നാളിൻ അഭിമാനം ഗുമദവലിമ ഹരിത് പതാവ ജ്വലിച്ചു നിൽക്കും തെളിമാനം ഭാരത നന്ന പൂങ്കാവ് നിറഭാഗ്യ സുമോഹന നീ തോപ്പ് ഭാരത ഒരു പൂങ്കാവ് നിറഭാഗ്യ സുമോഹൻ നീ തോപ്പ്. അസ്സലാമലൈക്കും. ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സമോഹന മീന്തോപ്പ് ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സമോഹന മീന്തോപ്പ് ചരിതമുറങ്ങും മന്നിത പാവൻ കാനാടിൻ അഭിമാനം കൊങ്കുമുത വലിവ നിൽക്കും വിമാനം ഭാരതമെന്നൊരു പൂങ്കാവ് നിറഭാഗ്യ സമോഹന. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതം എന്റെ നാട് പെറ്റുമ്മയാ നാട് എല്ലാരെയും നാട് അങ്ങ് ദൂരെയാകത്ത് കാണും നമ്മുടെ മൂന്നകത്തികൾ അങ്ങ് ദൂരെയാകത്ത് കാണുന്ന നമ്മുടെ മൂടക്കൊടികളുടെ പതാകയാണ് എൻ്റെ ജീവൻ ഭാരതം എൻ്റെ അഭിമാനം. On and from this, the 26th day of January 1950, India, that is Bharat, shall be a sovereign, democratic republic. സ്വതന്ത്ര ഭാരത പൂങ്കാവനത്തിൽ ജനമനമഖിലം കോൾമയിർ കൊള്ളുന്നു. സ്വതന്ത്ര ഭാരത പൂങ്കാവനത്തിൽ ജനമനമഖിലം കോൾമയിർ കൊള്ളുന്നു. നാനാത്വത്തിലേകത്വമൈത പൈതൃകം കാക്കുക സജ്ജം സുശക്തം ഉറക്കെ പറഞ്ഞിടും സജ്ജം സുശക്തം ഉറക്കെ പറഞ്ഞിടും ഭാരത് കിസി കാ നഹീ ഹൈ ഇന്ത്യ സബ്കാ വതൻ ഹൈ ഭാരത് കിസി കാ നഹീ ഹൈ
നാഥനെ വണങ്ങിടുന്നോ കുരിശിട്ട് കുറി തൊട്ട് തോളോട് ചേർന്നോ വിട്ട് നാഥനെ വണങ്ങിടുന്നോ കുരിശിട്ട് കുറി തൊട്ട് തോളോട് ചേർന്നോ കൈകോർത്ത് കരുതലോടെ കാവലായി നിന്ന് ഇന്ത്യ എന്നാശയത്തെ കാത്ത് സൂക്ഷിപ്പുവാൻ കൈകോർത്ത് കരുതലോടെ കാവലായി നിന്ന് ഇന്ത്യ എന്നാശയത്തെ കാത്ത് സൂക്ഷിപ്പുവാൻ സജ്ജം സുശക്തം ഉറക്കെ പറഞ്ഞിടും സജ്ജം സുശക്തം ഉറക്കെ പറഞ്ഞിടും भारत किसी का नहीं है इंडिया सबका वतन है भारत किसी का नहीं है इंडिया सबका वतन है उमर काल टिप्पुवुम अली സഹോദര ഗാന്ധിജി ചർക്ക കോർത്ത കരമിൽ ഭദ്രമായി ഉമർ കാല ടിപ്പുവും അലി സഹോദര ഗാന്ധിജി ചർക്ക കോർത്ത കരമിൽ ഭദ്രമായി ഡോക്ടർ അംബേദ്കർ എന്ന് ധീരമായി മുന്നിൽ നിന്ന് രാജ്യത്തിൻ സ്വാതന്ത്ര്യ പടനയിച്ചവർ ഹസാർ നദികൾ പോലെ സൗഹാർദ്ദം കളിയാടി ആസാദി വിളി മുഴക്കിയായിരങ്ങൾ കടലായി സുന്ദരം ഇന്ത്യാസമേ എന്നും ഭദ്രമാം ഹർസമാ എന്തു സുന്ദരം ഇന്ത്യാസമേ എന്നും ഭദ്രമാം ഹർസമാ സജ്ജം സുശക്തം ഉറക്കെ പറഞ്ഞിടും സജ്ജം സുശക്തം ഉറക്കെ പറഞ്ഞിടും ഭാരത് കിസി കാ നഹീ ഹൈ ഇന്ത്യ സബ്കാ വതൻ ഹൈ ഭാരത് കിസി കാ നഹീ ഹൈ ഇന്ത്യ സബ്കാ വതൻ ഹൈ ഭാരത് കിസി കാ നഹീ ഹൈ ഇന്ത്യ സബ്കാ വതൻ ഹൈ വർണ്ണമധുമാരി പെയ്ത സ്വാതന്ത്ര്യ സായാഹ്നമിത വരവാ നീലമേലാപ്പിൽ മൂവർണ്ണ കൊടി പാറിമഴതിൻ വനി വർണ്ണമധുമാരി പെയ്ത സ്വാതന്ത്ര്യ സായാഹ്നമിത വരവാ നീലമേലാപ്പിൽ മൂവർണ്ണ കൊടി പാറിമഴതിൻ വനി ഇന്ത്യക്കെന്നും കാവലാടായി നെഞ്ചു വിരിച്ചെന്നും നിൽക്കണ ഇന്ത്യക്കെന്നും കാവലാടായി നെഞ്ചു വിരിച്ചെന്നും നിൽക്കണ ദേശവർഗവന്ന ചിന്തകളെ മാറ്റി ലോകത്തിനെന്നും മാതൃക വർണ്ണമധുമാരി പെയ്ത സ്വാതന്ത്ര്യ സായാഹ്നമിത വരവായി നീലമേലാപ്പിൽ മൂവർണ്ണ കൊടി പാറിമഴകിൻ വനി യെ മേര ഭാരത് ഹൈ भारत है मेरा गुलशन है मेरा भारत है ये मेरा गुलशन है എന്റെ ഭാരതം എന്റെ പൂക്കളം എന്റെ ഭാരതം എന്റെ പൂക്കളം ഖുർആൻ ബൈബിൾ ഗീതായർത്തി മന്ത്രധ്വനി ബാങ്കൊലി ശംഖ് മണിനാദമുയരുന്നി ഭാരത മണ്ണിൽ ഖുർആൻ ബൈബിൾ ഗീതായുയർത്തി
മടിച്ചിടല്ലേ, മനുഷ്യത മുഴക്കാനിന്ന് നമ്മളൊട്ടും മടിച്ചിടല്ലേ. വരിയംകുന്നത്ത് മമ്പൂറം തങ്ങൾ പടനയിച്ചൊരു ജന്മനാടി ഗാന്ധിജി